ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഫസ്റ്റിന്റെ എപ്പിസോഡിൽ ജസ്റ്റ് റിവ്യൂ പറയാം. ഇന്നത്തെ എപ്പിസോഡ് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മുടെ അപർണയാണെന്നുണ്ടെങ്കിൽ വേലക്കാരത്തിനെ നിർത്തിയിട്ടുണ്ടല്ലോ അമൃതയുടെ വീട്ടിലെ. അപ്പൊ വേലക്കാരത്ത് നെട്ടിച്ചുകൊണ്ട് അപർണ അടുത്ത് പറയുന്നുണ്ട്, മോളെ ഞാൻ ഭയങ്കര അവര് വഴക്കുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അവർ ഭയങ്കര സ്നേഹത്തിലാണ്, നമുക്ക് കാണാൻ പോലും മടിയാവും ആ രീതിയിലാണ് സ്നേഹപ്രകടനം കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ കല്യാണം കഴിഞ്ഞവരെ പോലെയാണ്. നമ്മൾ വിചാരിച്ച പോലെ അത് അപർണ കൊച്ച് വിചാരിച്ച പോലെ തന്നെ അവര് തമ്മിൽ തല്ലിക്കാൻ പറ്റും തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അപർണ പറയണ്ടില്ല, അതിനൊക്കെ സമയമുണ്ട്, ചേച്ചി വെയിറ്റ് ചെയ്യും എന്തായാലും എന്ന് പറയാണ്. അവര് തല്ലിക്കാനുള്ള അവസരം ചേച്ചി വെറുതെ കളയരുതെന്നൊക്കെ പറയണ്ട. അങ്ങനെ വേലക്കാരത്തിനെ വിട്ട് അമൃതേനെയും അതുപോലെ തന്നെ ശരണിനെയും രണ്ട് വഴിക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അപർണ ശ്രമിക്കണത്. അതേസമയം നമ്മുടെ നിരഞ്ജന വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അമ്മയും അച്ഛനും ചോദിക്കുന്നുണ്ട്, നീ എന്താ വീട്ടിലേക്ക് വന്നത്, എന്താ അവിടെ വല്ല പ്രശ്നം ഉണ്ടായോ, അജയ് നിന്നെ വിട്ടോ ഉപേക്ഷിച്ചോ എന്നൊക്കെ ഉണ്ണിത്താൻ ചോദിക്കുമ്പോഴേക്കും നിരഞ്ജന പറയണ്ട, അച്ഛൻ പേടിക്കൊന്നും വേണ്ട, അജയ് എന്നെ ഉപേക്ഷിച്ചില്ല, അവനെന്തൊരു ബിസിനസ് മീറ്റിന് വേണ്ടി പുറത്ത് പോയിരിക്കുകയാണ്, അപ്പൊ പിന്നെ 2 ദിവസം വെറുതെ ഇരിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നതേ ഉള്ളൂ എന്ന് പറയാണ്. അല്ല അച്ഛൻ അടുത്ത പുതിയ വിശേഷം ഒന്നും അറിഞ്ഞില്ലേ എന്ന് നിരഞ്ജന ചോദിക്കുമ്പോൾ അവിടെയോ, അവിടെ എന്താ വിശേഷം, എന്താ അയാൾ എഴുന്നേറ്റ് നടന്നോ ആ സൂര്യ, അതൊന്നും അല്ല അച്ഛാ, അപ്പൊ അച്ഛന് പുതിയൊരു കൂട്ടുകാരുണ്ടല്ലോ തമ്പി, എന്ത് നടന്നാലും അപ്പൊ തന്നെ അച്ഛൻ അറിയാറുണ്ടല്ലോ, അപ്പൊ ഈ പ്രാവശ്യം അയാളൊന്നും അച്ഛനെ വിളിച്ച് പറഞ്ഞില്ലേ, എന്താ മോളെ കാര്യം ചോദിക്കുമ്പോ അതോ വേറൊന്നല്ല, അച്ഛനെ അജയന്റെ അച്ഛൻ സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ച വിൽപത്രം ഉണ്ടാക്കിയായിരുന്നു. വിൽപത്രം തയ്യാറാക്കിയോ സൂര്യയോ? അതെ, അതിലെല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് തന്നെ അച്ഛൻ ആഗ്രഹിച്ചത്, അളകാപുരി വീട് ജാനകീർത്തിയുടെയും അതുപോലെ തന്നെ അഭിയേട്ടന്റെ പേരിലാണ് എന്ന് പറയണം, അതെന്തായാലും നന്നായി, വേറൊന്നുമല്ല, ആരും തമ്മിൽ തല്ലി പോയില്ലല്ലോ, അച്ഛൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നിരഞ്ജന പോകുക കേട്ടോ. അതൊക്കെ കേട്ട് ഉണ്ണിത്താനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൂര്യനാരായണനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ജാനകി പറയണ്ട, അച്ഛൻ എങ്ങനെയൊക്കെ എഴുന്നേക്കാൻ വേണ്ടി നോക്കണം, അച്ഛൻ പഴയ പോലെ ആവണം എന്ന് പറഞ്ഞിട്ട് കുറെ മോട്ടിവേഷൻ ഒക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സൂര്യ അതൊക്കെ ശരി ഞാൻ ശ്രമിക്കാം എന്നൊക്കെ പറയാണ്. ഇന്നത്തെ എപ്പിസോഡ് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായാലും ഇങ്ങനെ മാത്രം ഉണ്ടായാലും ലച്ചുവിൻ്റെ അടുത്താണെങ്കിൽ അഭി പറയുന്നുണ്ട്, നീ ഇങ്ങനെ വീട്ടുജോലി ഇരിക്കാതെ പഠിക്കാനൊക്കെ സമയത്ത് പഠിക്കണം എന്നൊക്കെ പറയാട്ടോ. ഇതൊക്കെ കേട്ട് അവർക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ അപർണയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാനകിയുടെ എപ്പോഴും തമ്മിത്തല്ലും വഴക്കൊക്കെ തന്നെയാണ്. ജാനകി ഇപ്പൊ വീടിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതുകൊണ്ട് തന്നെ ജാനകി ഒന്നുകൂടി സ്ട്രോങ് ആവുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാവരും വരച്ച വരിയിൽ ജാനകി നിർത്തുന്നുണ്ട്. അപർണ അടുത്ത് ഒരു ദിവസം വീട്ടുജോലികളൊക്കെ ലച്ചുക്ക് പഠിക്കാൻ പോണെന്ന് പറയുമ്പോൾ അപർണ പറയും, എനിക്ക് പറ്റില്ലെന്ന് പറയുമ്പോൾ പറ്റില്ലെങ്കിൽ ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറയും, കാരണം ഈ വീട് ഇപ്പൊ എന്റെ പേരിലാണ് എന്ന് ജാനകി വിറച്ച് നിർത്തുമ്പോൾ അപർണ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ആരുള്ള സമയത്ത് ഓൺലൈൻ വഴിയാണ് ഫുഡൊക്കെ വരുത്തുന്നത്. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കും കേട്ടോ. പക്ഷെ ജാനകി അത് കണ്ടുപിടിക്കുന്നുണ്ട്. ഈ ഡെലിവറി ബോയ് വരുമ്പോൾ ജാനകിയുടെ മുമ്പിലാണ് പെടുന്നത്. അപ്പൊ ജാനകി പറയണ്ട, അപർണ നീ ഫുഡൊക്കെ ഓൺലൈൻ വഴിയാണോ വരുത്തിയത്? ഞാനോ, ഇതൊക്കെ എന്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് അപർണ പറയുമ്പോഴേക്കും നോണ പറയുന്നത്, ഞാൻ ഡെലിവറി ബോയ് എന്റെ കയ്യിലാ സംഭവം തന്നത്, അങ്ങനെ ഡെലിവറി ചെയ്ത് തന്നത് ഫുഡ് എന്ന് പറയുമ്പോഴേക്കും അത് എന്റെ ഫുഡൊന്നും ആയിരിക്കില്ല, അപ്പുറത്തെ വീട്ടിൽ ആരുടെങ്കിലൊക്കെ ആയിരിക്കും, നിന്റെ പേരാ അഡ്രസ്സിലുള്ളതെന്ന് പറയുമ്പോഴേക്കും അപർണ ഞെട്ടിപ്പോവാട്ടോ. അങ്ങനെ അപർണനെ കൊണ്ട് എല്ലാ ഫുഡും ഉണ്ടാക്കിപ്പിക്കേണ്ട. വൈകിട്ട് ചായയൊക്കെ ആകുമ്പോഴേ അപർണ ദേ സമയം ചായക്ക് എല്ലാവർക്കും ചായ ഉണ്ടാക്കുക എന്നൊക്കെ പറയണം. അങ്ങനെ പതുക്കെ അപർണ എല്ലാ വീട്ടുജോലിയും ചെയ്യുന്നുണ്ട്. അപർണ അപ്പോഴും ദുഷ്ടി തന്നെയാണ് കേട്ടോ, അപർണയുടെ സ്വഭാവം മാറത്തൊന്നുമില്ല. അങ്ങനെ തമ്പിയെടുത്ത് സൂര്യ ഇന്നത്തെ എപ്പിസോഡിലും പറയുന്നുണ്ട്, നോക്കിക്കേ നിന്നെ തകർത്താൻ പറ്റിയ ഒരു സംഭവം എന്റെ കയ്യിലുണ്ട്, നീ മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഞാൻ ആ ആയുധം എടുത്ത് പ്രയോഗിക്കുന്നൊക്കെ സൂര്യ പറയുന്നുണ്ട്. അപ്പൊ തമ്പി താൻ എന്തിനു ചെയ്യണമെന്നൊക്കെ പറയാണ്. ആ ആയുധം ജാനകിയാണ്, തമ്പിയുടെ കുടുംബം കലക്കാനുള്ള ആയുധമാണെന്നൊക്കെ നമ്മുടെ സൂര്യക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സൂര്യ നമ്മുടെ തമ്പിയെടുത്ത് ഒരു ദിവസം പറയുന്നുണ്ട്, നീ എന്താ വിചാരിച്ചത്, എനിക്ക് ആദ്യത്തെ ബാല്യൊരു മോനുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറച്ചു വെച്ചിട്ടൊന്നും അല്ല ഞാനിപ്പോ പ്രഭേനെ കല്യാണം കഴിച്ചത്, ആണോ? അല്ലല്ലോ, അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അബി എന്ന് പറഞ്ഞ മോൻ ഉണ്ടായതും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. പക്ഷെ നീ നിന്റെ ജീവിതത്തിൽ അങ്ങനെയാണോ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ തമ്പിയാണെങ്കിൽ ആ ഉരുണ്ട് കളിക്കട്ടെ, ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത്, നീ ഒന്നും ചെയ്തിട്ടില്ലേ, നീ എന്നോട് വെറുതെ നുണ പറയാൻ നിൽക്കല്ലേ, നിന്റെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നിന്റെ എല്ലാ കാര്യം അറിയാവുന്ന ഒരു സുഹൃത്താണ് ആയിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് നമ്മൾ വഴക്കായി ഇതൊക്കെയായി, പിന്നെ നിന്റെ മോളെ എന്റെ വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടു, വഴക്കൊക്കെ മാറുന്നു ജാനകി പറഞ്ഞപ്പോൾ ഞാൻ ശരി ഓക്കെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അപർണയെ എന്റെ വീട്ടിലെ മരുമകളാക്കി. പക്ഷെ എന്നിട്ട് വഴക്കൊന്നും മാറിയില്ല. പക്ഷെ വഴക്കിന്റെയൊക്കെ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നീയും ഭയങ്കര കൂട്ടായിരുന്നു. എന്റെ ആദ്യ ഭാര്യനെ കല്യാണം കഴിച്ചപ്പോൾ തൊട്ടുള്ള കൂട്ടാണ് നീ എന്ന് പറഞ്ഞത്. ആ സമയത്ത് നിനക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ലൈൻ ഉണ്ടായിരുന്നു, നീ അതൊക്കെ മറന്നുപോയെന്ന് ചോദിക്കുകയാണ്. അതിപ്പോ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളൊക്കെ അല്ലേ, കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ആരെങ്കിലൊക്കെ സ്നേഹിച്ചെന്നൊക്കെ ഇരിക്കും. സ്നേഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ സൂര്യ? സ്നേഹിക്കാത്ത ആരും ഉണ്ടാവില്ല, പക്ഷെ നീ ഒരു പിന്നെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നീ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ തമ്പി അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാൻ നോക്കുന്നുണ്ടെങ്കിൽ സൂര്യ പറഞ്ഞിടാ, നീ എൻ്റെ അടുത്ത് കള്ളം പറയില്ലേ, നിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നല്ലൊരു സുഹൃത്തായിരുന്നു ഞാൻ, അതുകൊണ്ട് നീ എന്നോട് നുണ പറയാൻ നിൽക്കണ്ട എന്ന് സൂര്യ പറയുമ്പോഴേക്കും തമ്പിയാണെങ്കിൽ
തമ്പിയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയാട്ടോ. തമ്പി പറഞ്ഞു, "ഇപ്പൊ നീ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ പറയണത്?" "അത് ഈ കാര്യങ്ങൾ പറയാൻ കാരണമുണ്ടെടാ. നീ എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ആരെയാണ് എന്ന് ചോദിക്കുമ്പോ, അത് നിന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നിന്നെ അല്ല. നിന്റെ മരുമകളുണ്ടല്ലോ, അബിയുടെ ഭാര്യ ജാനകി, അവളെയാണ് ഞാൻ വെറുക്കുന്നത്. അവള് കാരണമാണ് നിന്റെ മോള് എന്റെ വീടിന്റെ മരുമകളായത്. നിനക്കറിയാവോ?" "ആ, അതൊക്കെ അറിയാം. അല്ലെങ്കിൽ എന്റെ മോള് നിന്റെ വീടിന്റെ മരുമകളാവുമായിരുന്നു. അവൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഒരിക്കലുമില്ല. ഞാൻ സമ്മതിക്കാതെ ആരും എന്റെ വീടിന്റെ മരുമകളാവില്ല." ജാനകിക്ക് ആദ്യത്തെ കാഴ്ച തന്നെ അപർണ്ണ അടുത്ത് വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, ഒരു സ്നേഹം ഉണ്ടായിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ? അപർണ്ണേനെ ആദ്യമായിട്ട് ജാനകി കണ്ടത് അമ്പലത്തിൽ വെച്ചിട്ടാണ്. അന്ന് തന്നെ അപർണ്ണയുടെ ഭയങ്കര നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് നിന്റെ എന്റെ മോന്റെ അടുത്താണെങ്കിൽ അവളൊരു ഇങ്ങനെ മാറ്റർ, അതായത് പരസ്യം, അത് മാരേജിന് വേണ്ടി പരസ്യം കൊടുത്തപ്പോ എന്റെ മോന്റെ ഒരു അതായത് ഒരു വിവാഹ പരസ്യം നിന്റെ മോളാണ് ഇങ്ങോട്ടേക്ക് തന്നത്. ഞാൻ വേണ്ടാന്നൊരു വാക്ക് പറഞ്ഞ ജാനകി ആ കല്യാണാലോചന അവിടെ വെച്ച് നിർത്തിയാനെ. ജാനകി പറഞ്ഞപ്പോ തന്നെ ഞാൻ വേറൊന്നും ആലോചിച്ചില്ല. ശരി, അപർണ്ണനെ കൊണ്ട് എന്റെ മോനെ കല്യാണം കഴിപ്പിക്കാൻ വിചാരിച്ചു. അത് കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത മാറുന്നു വെച്ചിട്ടൊന്നുമല്ല. എന്റെ ജാനകി പറഞ്ഞതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്തത്. പിന്നെ അപർണ്ണനെ കണ്ടപ്പോ അവളെ ആദ്യ കാഴ്ച തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപർണ്ണയും അവളെ ഒന്നിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ടെന്ന് അവളിൽ ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായിക്കൂടാ. എടാ, നീ ഒരു പൊട്ടനാണോടാ? എടാ, നിന്റെ ചോര നീ എന്റെ അടുത്തൊന്നും നിനക്കത് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ലേ? നീ എന്തൊക്കെയാണ് സൂര്യ പറയണത് എന്ന് ചോദിക്കുമ്പോ, എടാ, എനിക്ക് ആദ്യ ഭാര്യ ഒരു മോനുണ്ട്, അബി. പക്ഷെ നീ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞത് ഇപ്പൊ അപർണ്ണയുടെ അമ്മ തന്നെ നിന്റെ ആദ്യ ഭാര്യ. പക്ഷെ അതിനു മുമ്പ് നിനക്കൊരു കാമുകയുണ്ടായിരുന്നു. അതിൽ നിനക്ക് ആരുണ്ടായില്ലേ? മക്കളും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ലേ? എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോഴേക്കും സൂര്യ പറയുന്നുണ്ട്, എടാ, നിനക്കൊരു പെണ്ണിട്ട് അടുപ്പുണ്ടായിരുന്നു. ആ പെണ്ണ് ഗർഭിണിയായിരുന്നു. ആ പെണ്ണിന്റെ ഒരു കുഞ്ഞ് ജനിച്ചു. അവളുടെ വീട്ടുകാരാണെങ്കിൽ വലിയ വീട്ടുകാര്. അവരുടെ വീട്ടുകാർക്ക് നാണക്കേടാവും, ആ കുഞ്ഞൊരു ബാധ്യതാവും, അവളുടെ കുടുംബത്തിനൊരു ബാധ്യതാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ആ കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റി. എന്നിട്ട് പ്രസവത്തോടെ കുഞ്ഞു പോയി എന്നൊരു കള്ളം അവളെ പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് ആ കുഞ്ഞിനെ അവൾ അനാഥാലയത്തിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലടാ ആരാണ് ആ കുഞ്ഞെന്ന്? എനിക്കൊന്നും അറിയില്ലെന്ന് പറയുമ്പോ, നീ മനസ്സിലായതാണോ അതോ നീ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുകയാണോ? കാരണം ഞാൻ ഒരിക്കലും ആ കുഞ്ഞിന്റെ അച്ഛനല്ല, നീയാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ. അപ്പൊ നിന്റെ തൊട്ട് മുമ്പിൽ ആ കുട്ടി, അതിപ്പോ അവൾക്ക് 10-25 വയസ്സുണ്ട്. അവള് നിന്റെ മുമ്പിൽ കൂടി നടക്കുമ്പോ നിനക്ക് അവളോട് ഒന്നും തോന്നുന്നില്ലേ? അല്ല, സാധാരണ അങ്ങനെയാണല്ലോ, രക്തത്തെ തിരിച്ചറിയും, രക്തത്തിന്റെ മണത്തെ തിരിച്ചറിയുമെന്നൊക്കെ പറയാറുണ്ട്. എന്നിട്ട് നിന്റെ മുമ്പിൽ കൂടി പോണം നിന്റെ സ്വന്തം മോള്, നിനക്ക് മനസ്സിലാവുന്നില്ലേടാ എന്ന് ചോദിക്കുമ്പോ തമ്പി ആകെ ഞെട്ടിപ്പോവാട്ടോ. സൂര്യ പറഞ്ഞിട്ട്, ഞാനായിട്ട് ഒന്നും പറയുന്നില്ല, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു, എന്നിട്ടും നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണ്ടടാ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ തമ്പി വീട്ടിൽ പോയിട്ട് ഒരുപാട് നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നാലും എന്തായിരിക്കും, ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കണം. ആ സമയത്ത് തമ്പിയുടെ ഭാര്യ ചോദിക്കണം, എന്താ നിങ്ങൾക്ക് ഒരു ആലോചന? ഒന്നുമില്ല എന്ന് പറയുമ്പോൾ, എന്താ ആലോചന? എനിക്കറിയാം നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. എന്താ, നിങ്ങൾ മുമ്പ് സ്നേഹിച്ച ആ പെണ്ണിന്റെ മോളെ എങ്ങനെ നിങ്ങൾ അന്വേഷിച്ച് തിരിച്ചു വന്നു? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ടല്ലോ അങ്ങനത്തെ ഒരു പെണ്ണുണ്ടായിരുന്നു, അവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യം. സത്യം പറ മനുഷ്യ, ആ കുഞ്ഞ് എവിടെയാണെന്നും ആരാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവോ? എനിക്കറിയില്ല. നീ ഇവിടെ എനിക്ക് സമാധാനക്കേട് തരല്ലേ? ഇപ്പൊ സൂര്യയുടെ വാര്യകളെല്ലാം ഞാൻ കേട്ട് വന്നേയുള്ളൂ. അപ്പൊ ഇവിടെ വന്നിട്ട് നീ ആ കുഞ്ഞുണ്ടായിരുന്നു, ആ കുഞ്ഞ് എവിടെ, ഞാൻ ആദ്യം സ്നേഹിച്ച പെണ്ണ് എവിടെയെന്നൊക്കെ നീയും കൂടി സമാധാനക്കേട് തരുന്നു. എന്താണ് നിങ്ങൾക്ക്? ഒന്ന് സമാധാനം താ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ തമ്പിയുടെ ഭാര്യയൊക്കെ ചെറിയൊരു സംശയമുണ്ട് ജാനകിയുടെ പേരിൽ. അതാണ് ജാനകിയുടെ അടുത്ത് അവർക്ക് കുറച്ചൊരു അടുപ്പം. ഇത്ര എപ്പിസോഡിൽ ജാനകിയുടെ അടുത്ത് ഒരു പ്രത്യേക അടുപ്പം അവർ കാണിക്കുന്നില്ല. അത് വേറൊന്നുമല്ല, ജാനകിയുടെ അടുത്ത് ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ അത് തമ്പിയുടെ മകളാന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ എന്തോ ഒരു അടുപ്പം തോന്നുന്നുണ്ട്. അപ്പൊ തമ്പിക്ക് ചെറിയൊരു സംശയം വരുവാട്ടോ. അതിന്റെ ക്ലൂ സൂര്യ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മറ്റേ ലാംഗ്വേജിൽ ഇങ്ങനെ ക്ലൂ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് തട്ടിമുട്ടി ഇതുപോലെ തന്നെ പറയും കേട്ടോ. അങ്ങനെ കറക്റ്റ് ആയിട്ടൊന്നും പറയത്തൊന്നുമില്ല. പക്ഷെ തമ്പി തന്നെയാണ് അവസാനം ഇത് തന്നെയാണ് തന്റെ മോള്. തമ്പിക്ക് അല്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു തോന്നലൊക്കെ ഉണ്ടാവും ഈ ജാനകി അടുത്ത് വരുമ്പോൾ. പക്ഷെ എന്തായാലും ശത്രുവായിട്ട് പ്രഖ്യാപിച്ചേക്കണല്ലേ, അതുകൊണ്ട് അടുപ്പം കാണിക്കാനും പറ്റില്ലല്ലോ. മാത്രമല്ല പിന്നെ അഥവാ ജാനകി തന്റെ മോളാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരിക്കലും അത് പുറത്ത് പറയാനും പറ്റില്ല തമ്പിക്ക്. ആ ഒരു അവസ്ഥയിലാണ് തമ്പി ഇരിക്കുന്നത് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഇനി വരാൻ പോണത്. അടുത്ത റിവ്യൂ പറയുന്നത് ഇതിന്റെ തമിഴ് റിവ്യൂ ആയിക്കോട്ടെ പറയണത്. തമിഴ് റിവ്യൂ കേൾക്കാൻ അത്ര ഇഷ്ടമില്ലെന്ന് അറിയാം. അതിലൊട്ടും നടക്കാത്ത കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും അതുപോലത്തെ ഭാഗം ഇതിൽ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും ഒരു റിവ്യൂ അല്ലേ, മറ്റു ലാംഗ്വേജ് എല്ലാം തന്നെ പറയണമല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത റിവ്യൂ ഞാൻ തമിഴായിരിക്കും പറയുന്നുണ്ടാവാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.